ഈ AI കൊണ്ടുവന്നൊരു റെവല്യൂഷൻ എന്താലേ, എത്ര പേരുടെ ലൈഫാണ് മാറ്റിയത്, എന്തെല്ലാം കാര്യങ്ങൾ എളുപ്പമാക്കി. അതിനൊക്കെ പുറമെ നമ്മൾ ഒരുപാട് സമയമെടുത്ത് കഷ്ടപ്പെട്ട് ചെയ്താലും ശരിയാവാത്ത കാര്യങ്ങൾ ഈ AI നിമിഷ നേരം കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ വരെ എത്തി. എന്തിന്, ഇനി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടി വരില്ല. എല്ലാ മേഖലയിലും ഈ AI കാരണം വലിയ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്. യെസ്, അപ്പൊ AI വന്നപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണുകളിൽ വന്നിട്ടുള്ള അമേസിംഗ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഈ വീഡിയോയിൽ പല കമ്പനികളുടെ സ്മാർട്ട് ഫോണുകളിലായിട്ട് വന്നിട്ടുള്ള വെറൈറ്റി ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സുകളാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോഴും അറിയാത്ത പലതും ഉണ്ടാവും, അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്, നാളെ പുതിയ ഫോണൊക്കെ മേടിക്കുമ്പോൾ ഉപകാരപ്പെടും. യെസ്, ആദ്യത്തേതാണ് മാജിക് ഓഡിയോ ഇറേസർ. ഇത് എനിക്ക് കുറച്ചുകൂടെ ഉപകാരമായിട്ട് തോന്നിയത് ക്രിയേറ്റേഴ്സ്, അതേപോലെ വീഡിയോ ഒക്കെ അധികമായിട്ട് ഷൂട്ട് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ള, നിങ്ങളിപ്പോൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും അലമ്പ് പാട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും, ആളുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, പിന്നെ അവിടുന്ന് ഇവിടുന്ന് വരുന്ന കാറ്റുകൾ, അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും അല്ലേ. പണ്ടൊക്കെ നമുക്ക് നോയ്സ് ഒക്കെ ഇറേസ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ഫുള്ളായിട്ട് അങ്ങോട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് പോവുക ചെയ്യാം. എന്നാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക് മാത്രമായിട്ട് വേണമെങ്കിൽ ഇറേസ് ചെയ്യാം. ഇനി അതല്ല, ഇനി പുറത്തുള്ള ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ സംസാരിക്കുന്ന അലമ്പ് സൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ഇങ്ങോട്ട് ഇറേസ് ചെയ്യാം. അപ്പോൾ ആ മ്യൂസിക്കും നമ്മളെ വോയിസും മാത്രമായിട്ട് ഉണ്ടാവും. അതല്ലാതെ ഇനിയിപ്പോൾ നമ്മളെ വോയിസ് മാത്രം ഒന്ന് ബൂസ്റ്റ് ചെയ്യണം, ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് ഡൗൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ കാറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും സൗണ്ട്, വിൻഡൊക്കെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ടെന്നെങ്കിൽ അത് മാത്രമായിട്ട് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പൊ സ്മാർട്ട് ഫോണിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് AI വന്നുകൊണ്ടാണ്. അടുത്ത് ലൈവ് ട്രാൻസ്ലേറ്റ്. അതായത് നമ്മളിപ്പോൾ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കോൾ ചെയ്യുന്ന അപ്പുറത്തുള്ള ആൾക്ക് നമ്മുടെ ലാംഗ്വേജും അറിയില്ല, അയാൾ പറയുന്നൊന്നും നമുക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. നമ്മൾ ഇതിൽ സെറ്റിംഗ്സ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ നോർമൽ ലാംഗ്വേജിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതി, അയാൾക്ക് കേൾക്കുന്ന അയാളുടെ ലാംഗ്വേജിലായിരിക്കും. അതേപോലെ അയാൾ ഇങ്ങോട്ട് അയാളുടെ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജിലായിരിക്കും നമുക്ക് ഇങ്ങോട്ട് കേൾക്കുന്നത്. അതും ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വോയിസ് രൂപത്തിലായിരിക്കും നമുക്ക് കേൾക്കുന്നത്. ഈ AI കാര്യം പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്നാൽ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഏകദേശം ആളുകളൊക്കെ എല്ലാ ദിവസവും AI യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ വർക്ക് ആവശ്യത്തിന്, പേഴ്സണൽ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കോഡ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട്, എന്തിന് സ്പീച്ചുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്ക്രിപ്റ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ ഉപയോഗിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ആളുകൾക്കൊക്കെ AI ഇല്ലാത്തൊരു ലൈഫ് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് AI മാറിക്കഴിഞ്ഞു. പലരും വിശ്വസിക്കുന്ന AI എന്നെങ്കിലും ലോകം തന്നെ കീഴടക്കുന്നതാണ്. ഫ്യൂച്ചർ അനിശ്ചിതത്വത്തിലാണെങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ പറയുന്ന ടെക്നോളജിയിൽ ഇവോൾവ് ആകും. നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണുള്ളത്, എങ്ങനെ ഈ കർവിനുള്ളിൽ സ്റ്റേ ചെയ്ത് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്ത് ഫുൾഫിൽ ചെയ്യും. അവിടെയാണ് നെക്സ്റ്റ് വേവ് വരുന്നത്. യങ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ കഴിവുകൾ കൊണ്ട് സജ്ജരാക്കാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഇത്. ശരിക്കും ഇന്നത്തെ ടെക് ഡ്രൈവൺ വേൾഡിൽ കുറച്ചുകൂടെ നമ്മൾ അപ്ഡേറ്റ് ആയി നിൽക്കേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും റീസെന്റ് ആയി ഗ്രാജുവേറ്റ് ആയതാണെങ്കിലും നെക്സ്റ്റ് വേവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിനായിട്ട് CCBP 4.0 അക്കാഡമി ഉണ്ട്. ഇത് ആഴ്ചയിൽ വെറും 6 മണിക്കൂർ മാത്രം വരുന്ന 3 വർഷത്തെ കോഴ്സാണ്. ഈ കോഴ്സ് കഴിയുമ്പോഴേക്ക് കോഡിങ്ങിലും AIയിലും നല്ല അടിപൊളിയായിട്ടുള്ള നോളജ് ഉണ്ടാകും. കോളേജ് കഴിയുമ്പോഴേക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ നല്ല ജോബിന് റെഡി ആക്കിയെടുക്കും. ഇനി ഗ്രാജുവേറ്റ് ആയവർക്ക് നെക്സ്റ്റ് വേവ് ഇന്റൻസീവ് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജോബ് ട്രാക്കിനനുസരിച്ച് 5 to 8 months വരെയുള്ള പ്രോഗ്രാമുകൾ ഉണ്ട്. ലൈവ് സെക്ഷൻസ്, 1-on-1 മെന്റർഷിപ്പ്, പ്ലേസ്മെന്റ് സക്സസ് മാനേജേഴ്സ് എന്നിവയെല്ലാം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ഗ്രേറ്റ് ജോബ് കിട്ടാനുള്ള മേജർ പ്ലേസ്മെന്റ് ഡ്രൈവുകളും. ഈ കോഴ്സുകളെല്ലാം ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിനപ്പുറം ഇവർ നിങ്ങളെ എൻ്റയർ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ഈ നെക്സ്റ്റ് വേവ് നിങ്ങളെ ജസ്റ്റ് കോഡിംഗ് ചെയ്യാൻ മാത്രമല്ല പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഡാറ്റ അനാലിസിസ്, മറ്റുള്ളവയിലേക്കും നല്ല ഓപ്പർച്യൂണിറ്റീസ് തുറന്നു തരികയാണ്. ടെക് ടാലന്റിന്റെ ആവശ്യം ഉയർത്തുന്നതോടൊപ്പം നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായിട്ടാണ് നെക്സ്റ്റ് വേവിന്റെ പാർട്ണർഷിപ്പ്. ഇവർ 30 ലക്ഷം സ്റ്റുഡൻസിനെ അവരുടെ ഡ്രീം ജോബിലേക്ക് എത്താൻ വേണ്ടി പഠിക്കാനും വളരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും അറിയാം, കോഴ്സിന്റെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. യെസ്, AIക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ബെസ്റ്റ് ടേക്ക് ഫീച്ചർ, അതായത് നമ്മൾ ഗ്രൂപ്പ് ആയിട്ടോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടൊക്കെ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ തല തിരിഞ്ഞിട്ടോ കണ്ണടച്ചിട്ടോ ഒക്കെ
വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിയാക്ഷൻ ഒന്നും ആ ഒരു ഫേസിന് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ക്ലിക്കിൽ തന്നെ ഇതുപോലെ നല്ല സെറ്റാക്കി റെഡി ആക്കിയിട്ട് അതിനൊരു ബെസ്റ്റ് ടേക്ക് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. എന്തായാലേ കാലത്തിന്റെ ഒരു പോക്കെ. അടുത്താണ് റിമൂവ് ഒബ്ജക്റ്റ് എന്നുള്ള ഫീച്ചർ. ഇത് സാധാരണക്കാർക്ക് വരെ വളരെ യൂസ്ഫുൾ ആകുന്നതാണ്. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ആളുകളൊക്കെ ഒഴിയാൻ വേണ്ടി അവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഒന്ന് മാറി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ഒക്കെ ചെയ്തിട്ട് നിൽക്കണം. പക്ഷെ ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എവിടുന്ന് ഏത് അലമ്പ് സ്ഥലത്ത് നിന്ന് ഫോട്ടോസ് എടുത്താലും നമുക്ക് ആവശ്യമില്ലാത്ത ഒബ്ജക്റ്റുകൾ എന്തുണ്ടെങ്കിലും ഇതേപോലൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഒറ്റ സിംഗിൾ ക്ലിക്കിൽ തന്നെ അതങ്ങോട്ട് റിമൂവ് ചെയ്യാം. ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യുന്നൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഉണ്ടെങ്കിലും ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ഘടകം. അടുത്ത് ഞാനൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന എനിക്ക് ഏറ്റവും ഉപകാരമായി തോന്നിയ ഒരു AI ഫീച്ചറാണ് സർക്കിൾ ടു സെർച്ച്. അതായത് നമ്മൾ ദിവസവും കാണുന്ന എന്ത് സാധനമാണെങ്കിലും ജസ്റ്റ് ആ ക്യാമറ ഓപ്പൺ ചെയ്ത് ഒരു ടാപ്പിലൂടെ അതെന്താണെന്നും എവിടെ കിട്ടും എന്നുള്ളതും അതിന്റെ ഫുൾ ജാതകം ജസ്റ്റ് വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ എടുത്തു തരും. ഇത് വന്നതിന് ശേഷം ഒരുപാട് സാധനങ്ങളെ കുറിച്ച് പഠിക്കാനും എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. ഇനി ആപ്പിളിൽ പുതുതായിട്ട് ChatGPT ഇന്റഗ്രേഷൻ വന്നിട്ടുണ്ട്. ആപ്പിൾ OpenAI ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഈ ഒരു ChatGPT ആപ്പിൾ ഇന്റലിജന്റുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിറിയെ ഇനി മുതൽ ChatGPT ഉപയോഗിച്ച് സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അടുത്തത് ഇമേജ് ജനറേഷൻ. ഇതിനായിട്ട് ഫോട്ടോഷോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളും PC ഒക്കെ വേണ്ടിയിരുന്നു. പക്ഷെ അതിപ്പോൾ മൊബൈലിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു ട്രീ വേണം, അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ടുള്ള ഷൂ ഒന്ന് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പല രീതിയിൽ ആ ഇമേജിൽ എന്തെല്ലാം ആഡ് ചെയ്യണോ. പണ്ട് PNG എടുത്തിട്ട് ഇങ്ങനെ ആഡ് ഓൺ ഒക്കെ ചെയ്ത് കൊടുത്ത് അതൊന്നും പെർഫെക്റ്റ് ആയില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ആ ഇമേജിൽ ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി, അത് അവിടെ റീപ്ലേസ് ആവും. ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. അത് നമ്മൾ മൊബൈൽ വെച്ചിട്ടാണ്, ഇത്ര പോകുന്ന ഒരു മൊബൈൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് മാത്രമല്ല, പണ്ടൊക്കെ നല്ല വരക്കാനും കളറിംഗ് ഒക്കെ ചെയ്യാൻ അറിയുന്നവർക്ക് മാത്രമാണ് ഒരു ഇമേജ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. നമ്മൾക്ക് എന്താണോ ഒരു രൂപം തോന്നുന്നത് അത് അങ്ങോട്ട് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരച്ച് ഫിനിഷ് ചെയ്ത് തരുന്നു. മാത്രമല്ല കളറും കൂടെ ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. യെസ്, AI ഇപ്പൊ തന്നെ ഒരു സ്മാർട്ട് ഫോൺ എവിടെ വരെ കൊണ്ടുവെത്തിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടല്ലോ. ഇതിപ്പോ കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും പറയാത്ത ഒരുപാട് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളതും വരാൻ പോകുന്നതായിട്ടുള്ള ഒരുപാട് AI ഫീച്ചേഴ്സ് ഉണ്ട്. പണ്ടൊക്കെ ഹൈ എൻഡ് PCയിൽ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഈ ചെറിയ സാധനത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും അതിലേറെ ആക്യുറേറ്റ് ആയിട്ടാണ് ഇതിലൂടെ ഒക്കെ കിട്ടുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഉപകാരപ്പെടുന്നതെന്ന് തോന്നിയതും ഇനി ഏതൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു എന്നുള്ളതും കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അറിയാലോ ഏതൊക്കെയാണ്, ആരൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.